നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കഴിഞ്ഞ 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് പരീക്ഷ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. ഞാനപ്പോൾ ചോദ്യം അങ്ങനെ വായിക്കുന്നില്ല, അതിൽ എ ക്വസ്റ്റ്യൻ മാത്രം നോക്കാം. എ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ഡു ദി സ്പീക്കർ ആൻഡ് ഹിസ് ഫ്രണ്ട് എൻജോയ് ഡൂയിങ് ടുഗെദർ? ഉത്തരം ഏതാണ് അതിൽ? അതിൻ്റെ ഉത്തരം പ്ലേയിങ് ഓൺ സ്വിങ്സ് ആൻഡ് വാച്ചിങ് കാർട്ടൂൺസ്. ആൻസർ എ ആണ്. ഓക്കെ, അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ലൈൻ വിത്ത് കിഡ്നസ് ഷൈനിങ് ഫ്രം ദ ഹേർട്ട് സേ എബൌട്ട് ഫ്രണ്ട്സ്? ഉത്തരം ഏതാണ്? സി ആണ്. ഏതാണ്? ഇറ്റ് സേസ് എബൌട്ട് ദ വാല്യൂ ഓഫ് ദെയർ ഫ്രണ്ട്ഷിപ്പ്. ഇറ്റ് സേസ് എബൌട്ട് ദ വാല്യൂ ഓഫ് ദെയർ ഫ്രണ്ട്ഷിപ്പ്. സി ആണേ. അതിൽ മൂന്നാമത്തെ സി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഇമോഷൻ എക്സ്പ്രസ്ഡ് ഇൻ ദ പോയം? ആ പോയത്തിൽ ഏതാണ് ഇമോഷൻ ഉള്ളത്? ഓപ്ഷൻ ബി ജോയ് ആണ് ആൻസർ. ഇനി അതിൽ ഡി കൂടി നോക്കാം. എന്താണ് ഡിയിൽ പറയുന്നത്? യു ആൻഡ് യുവർ ഫ്രണ്ട്സ് ഹാവ് സോ മച്ച് ഫൺ ടുഗെദർ. റൈറ്റ് വൺ ഓഫ് ദ ഫൺ തിങ്സ് യു എൻജോയ് ഡൂയിങ് ടുഗെദർ. ഏതെങ്കിലും രണ്ടെണ്ണം നമുക്ക് എഴുതാം. ഇനി സ്യൂറ്റബിൾ ആയിട്ടുള്ള രണ്ടെണ്ണം നമുക്ക് ഇതിൽ എഴുതാം. ഏതെഴുതിയാലും മാർക്ക് കിട്ടും. ആക്ടിവിറ്റി 2 കൊടുത്തത് എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് എന്ന് വെച്ചാൽ അവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്ത വാക്ക് എഡിറ്റ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ് ഇറ്റ്സ് എ നെയിം, അതിന് വര ഇട്ടിട്ടുണ്ട്. ഇറ്റ്സ് എ നെയിം അല്ല, നെയിം ഈസ്. പിന്നെ അടുത്തത് ഐ സ്മോൾ ലെറ്റർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം. ഐ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം. പിന്നെ അടുത്തത് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഫ്രണ്ടിൻ്റെ സ്പെല്ലിങ് കറക്റ്റാണോ? അല്ല, ഫ്രണ്ടിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് ചെയ്തിട്ട് എഴുതാം. അവസാനം വരുന്നത് ആൻ ചേർത്തിട്ടുണ്ട് അല്ലേ? ആനല്ലല്ലോ വേണ്ടത്, അവിടെ ആർട്ടിക്കിൾ. ആൻ യൂലല്ലോ, വൊവൽസ് അല്ലല്ലോ. എ ഗുഡ് ഗേൾ, എ ആണ് വേണ്ടത്, ആനല്ല എ. പിന്നെ ലാസ്റ്റ് വൺ ബൈ ഉണ്ട്, അവിടെ പ്രിപ്പോസിഷൻ ആണ്. ബൈ അല്ല, ടു സ്കൂൾ, ടു ആണേ, ടു. അപ്പോൾ മനസ്സിലായല്ലോ, എഡിറ്റിങ്ങിൽ 2 ആണ് ലാസ്റ്റ്. അതിന് തൊട്ട് മുമ്പ് ആർട്ടിക്കിൾ എ ഗുഡ് വരും. പിന്നെ ഫ്രണ്ടിൻ്റെ സ്പെല്ലിങ് തെറ്റിയിട്ടുണ്ട്. പിന്നെ ഐ ക്യാപിറ്റൽ ലെറ്റർ. പിന്നെ നെയിം ചേർത്ത് നെയിം ഈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ആക്ടിവിറ്റി ചെയ്തു. മൂന്നാമത് തോട്ട്സ് ആണ്, തോട്ട്സ് എഴുതാനാണ്. തോട്ട്സൊക്കെ ഓരോ കുട്ടിയുടെ ഭാവനക്കനുസരിച്ച് എഴുതിയതിനായിരിക്കും മാർക്ക് കിട്ടുക. അപ്പോൾ ഈ 2 ആക്ടിവിറ്റിയും സിമ്പിളാണ്, നല്ല മാർക്ക് കിട്ടട്ടെ എല്ലാവർക്കും. തോട്ട്സ് രണ്ടും തോട്ട്സാണ്, അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് തോട്ട്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എക്സ്ക്ലമേറ്ററി ചിഹ്നം, അതായത് ആശ്ചര്യ ചിഹ്നമില്ലേ മലയാളത്തിൽ, വാവ്, അത് ഉപയോഗിക്കുക. ഹോ മൈ ഗോഡ് എന്ന് വെച്ചാൽ സന്ദർഭത്തിനനുസരിച്ച് നിങ്ങളെല്ലാവരും നല്ലൊരു തോട്ട് 2ൽ ഏത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വെച്ച് ഏതെങ്കിലും ഒരു തോട്ട് എഴുതാം. അതിനുശേഷം വരുന്നത് ഒരു റിഡിൽസാണ്. നോക്കാം നമുക്ക്. റിഡിൽസിൽ ഒന്നാമത് കൊടുത്ത ചോദ്യം എന്താണ്? ഐ ലവ് ഹണി, ഐ സ്ലീപ്പിംഗ് കേവ്സ്. ഗുഹയിൽ താമസിക്കും, തേനും ഇഷ്ടം. ആരാ? ബിയർ, കരടിക്കുട്ടൻ അല്ലേ, BEAR. അതിൽ പിന്നെ ചോദിക്കുന്ന എക്രോസിൽ തന്നെ നാലാമത്തെ എന്താണ്? ഐ ആം ദി ലാർജസ്റ്റ് ആനിമൽ ഓൺ ദ ലാൻഡ്. നമുക്കറിയാം കരയിൽ ഏറ്റവും വലിയ മൃഗം ഏതാണ്? ഐ ഹാവ് എ ട്രങ്ക്, തുമ്പിക്കൈയുണ്ട്, എലിഫൻറ്റ്. അപ്പോൾ 1 ബിയർ, 4 എലിഫൻറ്റ്. രണ്ടാമത്തെ നോക്കിയേ, ഐ ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ ആൻഡ് ക്യാരി പീപ്പിൾ. എനിക്ക് വെള്ളത്തിലിങ്ങനെ തുഴയാനും പറ്റും, പിന്നെയോ പീപ്പിളിനെ കയറ്റാനും പറ്റും. എന്തായിരിക്കും? ബോട്ടാണേ. മൂന്നാമത് നോക്കിക്കോ, ഐ ആം ടോൾ, ഹാവ് എ ലോങ് നെക്ക് ആൻഡ് ഈറ്റ് ലീവ്സ്. ഇലകൾ കഴിക്കും, നീണ്ട കഴുത്ത്. ഐ ആം ടോൾ ആണ്. ഏതാ ഉത്തരം? ജിറാഫ്. അഞ്ചാമത്തെ എന്താണ്? ഐ ആം ഫണ്ണി, ഐ മേക്ക് പീപ്പിൾ ലാഫ് ഇൻ സർക്കസ്. ഉത്തരം ക്ലൗൺ, CLOWN. അടുത്ത ആക്ടിവിറ്റി ഒരു കോൺവെർസേഷൻ ആണ്. പിന്നെ നമുക്ക് കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട്, അതിന് നമ്മൾ സ്റ്റോറി ആക്കിയിട്ട് എഴുതണം. ചിത്രത്തെ നോക്കി സ്റ്റോറി ആക്കി എഴുതണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ 5ാം ക്ലാസ്. അപ്പോൾ ഈ റിഡിൽസ് നല്ല സിമ്പിളായിരുന്നു. അതുപോലെ ആദ്യത്തെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ, ഒരു പോയത്തിൽ നിന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതും കുറച്ചും കൂടി സിമ്പിളായിരുന്നു. അതുപോലെ എഡിറ്റിംഗ് വളരെ സിമ്പിളായിരുന്നു. കാരണം ഫ്രണ്ടിൻ്റെ സ്പെല്ലിങ് തെറ്റി കൊടുത്തു. നമുക്കറിയാം ടു ബസ്, ടു സ്കൂൾ അല്ലേ, ടു. അതുപോലെ ആൻ ചേർക്കുന്ന വൊവൽസിൻ്റെ കൂടെയാണ്. അവിടെ എ ഗുഡ്, അവിടെ എ വന്നു. അല്ലെങ്കിൽ ഇറ്റ്സ് എന്നിലേക്കിൽ ചെറിയ മിസ്റ്റേക്ക് വന്നു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഇംഗ്ലീഷ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.